പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ശക്തന്റെ തട്ടകം ഒരുങ്ങുകയാണ്. ജനുവരി 3-ന് തൃശൂരിൽ നടക്കുന്ന സ്ത്രീ മഹിളാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ.വി. ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനം ചരിത്ര പ്രാധാന്യമുള്ളതായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ സംവരണ ബില്ല് പാസാക്കിയതിനു ശേഷമുള്ള സന്ദർശനത്തിൽ പ്രധാനമന്ത്രിക്ക് അനുമോദനങ്ങളുമായി 2 ലക്ഷത്തിലധികം സ്ത്രീകൾ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തുമെന്ന് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. തീർച്ചയായിട്ടും കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹിളാ സംഗമമായിരിക്കും അന്ന് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന കാലത്തിൽ കേരളം എങ്ങോട്ട് പോകും, ഏത് രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഒരു നിലപാടിൽ എത്തുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിരിക്കും അന്നത്തെ പരിപാടി. കാരണം ലോകത്ത് മറ്റൊരു നേതാവും ചെയ്യാത്ത അത്രയും പദ്ധതികളാണ് സ്ത്രീ ശാക്തീകരണത്തിനായി നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹം ഒന്നാകെ മോദി സർക്കാരിനെ അഭിനന്ദിക്കുകയും അതുകൊണ്ട് തന്നെ വീണ്ടും മോദി വരണം, ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ എത്തിച്ചേരുന്ന നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനായിട്ട് കേരളത്തിലെ സ്ത്രീ സമൂഹം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.